ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡെസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ. നിങ്ങളുടെ ഇപ്പോഴത്തെ തടസ്സം എന്താണ് എന്നുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീസെൻറ്റ് പാസ്റ്റ് എന്തായിരുന്നു? റീസെൻറ്റ് പാസ്റ്റ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീസെൻറ്റ് പാസ്റ്റ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിയർ ഫ്യൂച്ചർ. ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളെ ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ ചുറ്റുപാടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. കാർഡ്സ് ഓരോന്ന് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഏതൊക്കെ കാർഡാണ് കിട്ടിയേക്കുന്നതെന്നുള്ളത് നോക്കാം കേട്ടോ. നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ 3 ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ തടസ്സം എന്ന് പറയുന്നത് 4 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഡെവിൽ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീസെൻറ്റ് പാസ്റ്റ് 2 ഓഫ് പെൻറ്റക്കിൾസ്. നിയർ ഫ്യൂച്ചർ ഹൈ പ്രീസ്റ്റസ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഭയപ്പെടുന്നതും 10 ഓഫ് കപ്സ്. നിങ്ങളുടെ ചുറ്റുപാടിൽ ഇപ്പോൾ നടക്കുന്നത് 7 ഓഫ് വാൻസ്. നിങ്ങൾക്കുള്ള അഡ്വൈസ് 7 ഓഫ് കപ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം 10 ഓഫ് കപ്സ്. ഇത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിരിക്കും കേട്ടോ. ഇത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ പ്രസൻറ്റ് എനർജിയിൽ നിങ്ങൾ വെയിറ്റിങ്ങിലാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലെല്ലാം ശരിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് ഇമോഷണലി അടുപ്പം ഉണ്ടെങ്കിൽ പോലും
നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവിയിൽ വിശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെ എന്നുള്ളതിൽ നിങ്ങൾക്ക് വ്യക്തത കാണുകയില്ല. ഇനി തടസ്സം നോക്കിയപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുകയില്ല. നിങ്ങളുടെ ഓഫർ റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു കോൾഡ് ബിഹേവിയർ ആയിരിക്കാം. നിങ്ങളെ കേൾക്കുന്നുണ്ടാവും, പക്ഷെ പ്രതികരിക്കുന്നുണ്ടാവില്ല. ആ വ്യക്തിയുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടാവാം. ഇനിയും റൂട്ട് കോസ് നോക്കിയപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളോട് ഹോണസ്റ്റ് ആവാൻ കഴിയാത്തത് മറ്റൊരാളോടുള്ള ഒരു അട്രാക്ഷൻ ആയിരിക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം. കാരണം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഉണ്ടാകാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്നുള്ളത് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു പേഴ്സണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. അതെന്തായാലും ഒരു പ്രണയമാണെന്നല്ല കാണുന്നത്, മേ ബി ഒരു ലസ്റ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് നോക്കിയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാതെ നിങ്ങളെയും മറ്റൊരു പേഴ്സണെയും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ സ്നേഹമോ സമയമോ ഒന്നും പൂർണ്ണമായി നൽകിയിട്ടുണ്ടാവില്ല. ഇനിയും റിലേഷൻഷിപ്പിൻ്റെ റീസെൻറ്റ് ഫ്യൂച്ചർ നോക്കിയപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീസെൻറ്റ് ഫ്യൂച്ചർ നോക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയേക്കും. പക്ഷേ ഇൻഫർമേഷൻസ് പൂർണ്ണമാവുകയില്ല. ചില കാര്യങ്ങൾ അപ്പോഴും മറിഞ്ഞിരിക്കുന്നതാണ്. അഥവാ നിങ്ങൾ എന്തെങ്കിലും പ്രൂഫ്, ഈ ഒരു തേർഡ് പാർട്ടിയെ പറ്റിയിട്ടുള്ള പ്രൂഫ് കണ്ടെത്തിയാൽ അത് പൂർണ്ണമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എടുത്ത് ഈ ഒരു പ്രൂഫ് നിരത്തിയാൽ പോലും നിങ്ങളുടെ വ്യക്തി അത് തുറന്ന് സമ്മതിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ സത്യം മറച്ചു വെച്ചാലും നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. ഇനിയും നിങ്ങളുടെ ആഗ്രഹങ്ങളും പേടികളും നോക്കിയ സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വളരെയധികം പ്യുവർ ഇമോഷണൽ ഹാപ്പിനെസ് ആണ്. അതായത് നിങ്ങളെ ഈ ഒരു വ്യക്തി ഒരുപാട് സ്നേഹിക്കണം, യാതൊരു കള്ളത്തരവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും മറയ്ക്കാതെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റുമാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പോലും നിങ്ങൾക്കിതെല്ലാം നഷ്ടമായി പോകുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ പൂർണ്ണമായി പോകുമോ, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളത് നിങ്ങൾ വളരെയധികം ഭയക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് നോക്കിയ സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് അസൂയുള്ളവരും നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ മാനിപ്പുലേഷൻ ആകാം, നിങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പ് ആയിരിക്കാം, അങ്ങനെ എന്തുമാകാം. അപ്പം വളരെയധികം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കെതിരാണ്. ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് നോക്കിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് ചെയ്യണം, അല്ല ഞാൻ എന്ത് തീരുമാനിക്കണം എന്നറിയാൻ കഴിയാത്ത ഒരവസ്ഥ. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇമോഷണൽ ഇല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ പേടികൾ, സംശയങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത്. കാരണം മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് തെറ്റായ ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ക്ലാരിറ്റി കിട്ടുന്നിടം വരെ നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരരുത് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം നോക്കുമ്പോൾ 2 ഓഫ് കപ്സ് ആണ്. അപ്പം എന്തായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതാണ്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം സാഹചര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു കാർമിക്കായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്ന ഈ ഒരു കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു റിയൂണിയൻ ഇവിടെ പോസിബിൾ ആകുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മിറാക്കിൾ സംഭവിക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാറ്റത്തിന് തയ്യാറാവേണ്ടതുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, പേടികൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവസാനിച്ചു പോകുമോ എന്നുള്ളത് നിങ്ങൾ ഭയക്കുന്നുണ്ടായിരിക്കാം. അപ്പം മനസ്സിൻ്റെ കൺഫ്യൂഷൻ മാറ്റി നിങ്ങളിപ്പോൾ ക്ലിയർ മൈൻഡായിട്ടിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എല്ലാം ആ ഒരു ഡിവൈൻ ടൈമിലായിരിക്കാം നടക്കുന്നത്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നേരിടുന്ന ഈ ഒരു പ്രശ്നമെല്ലാം അവസാനിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ മാറാൻ തയ്യാറാവണം. നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് പേടികൾ ഉണ്ടായിരിക്കാം, അതെല്ലാം അവസാനിപ്പിക്കുക. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടിയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് വൈകാതെ പുറത്തു വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി ഇരിക്കുക. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും അവസാനിച്ച് പോകുന്നതാണ്. ഇതൊരു കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്ന ഒരു കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പം കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് അധിക നാൾ എന്തായാലും നിൽക്കില്ല. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അല്ലെ ആ ഒരു സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ആ ഒരു കർമ്മ അവസാനിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നത്തിനുള്ള കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിലനിൽക്കുക. മറ്റുള്ളവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ നശിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കാതെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ പേടികൾ, കൺഫ്യൂഷൻ എല്ലാം മാറ്റി നിങ്ങൾ വളരെയധികം ക്ലിയർ മൈൻഡോടുകൂടി ചിന്തിക്കാനായിട്ട് തുടങ്ങുക. ഇപ്പോൾ പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരരുത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ബിഹേവിയർ കണ്ട് നിങ്ങൾ പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഇങ്ങനെ ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക.